ഹായ്, ഐ ആം സ്റ്റെഫി മറിയ അലക്സ്. ഞാൻ പുതിയ തൻ്റെ റൂംമേറ്റാണ്. ഇപ്പോഴാ ജോയിൻ ആയത്. ഹായ്, എന്നോട് മാം പറഞ്ഞായിരുന്നു പുതിയതായിട്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പത്തനംതിട്ടാണ് വരുന്നത്. താൻ എവിടെ ഉള്ളതാ? ആ, ഞാനാണേല് ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. ആ, പിന്നെന്താ, ക്ലാസ്സൊക്കെ 2-3 ക്ലാസ് തുടങ്ങിയെന്നൊക്കെ എന്നോട് മാം പറഞ്ഞായിരുന്നു. അതെടാ, 2-3 ക്ലാസ്സൊക്കെ തുടങ്ങി. ബട്ട് കാര്യമായിട്ടില്ല. ഫസ്റ്റ് ഡേ സെൽഫ് ഇൻട്രൊഡക്ഷൻ, പിന്നെന്താ അങ്ങനെയൊക്കെ പോയി. പിന്നെ ആദ്യത്തെ 2 ക്ലാസ് ഉണ്ടെങ്കിൽ ചോദിക്കേ വേണ്ട, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് ഇച്ചിരി സമയം എടുക്കുമല്ലോ. അവര് ഓരോ ലാംഗ്വേജിലാണ് പഠിപ്പിക്കുന്നത്. മീൻസ് അവരുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ്, അങ്ങനെ അങ്ങനെ ഇംഗ്ലീഷ് ആണെങ്കിലും മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കുമല്ലോ, പ്രത്യേകിച്ച് മലയാളീസിന്. അത് സത്യ, ഇംഗ്ലീഷ് ചെയ്താൽ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ സമയം എടുക്കും. അന്നേരം ആദ്യത്തെ 2 ആഴ്ചത്തെ ക്ലാസ് ഒക്കെ ഒന്നും മനസ്സിലാകാൻ ചാൻസില്ല. എന്ത് ചെയ്യണ. ഇതാണ് നമ്മുടെ കോളേജ്. താൻ വന്നിട്ടുണ്ടോ ഇവിടേക്ക്? കോളേജൊക്കെ പരിചയപ്പെടുത്തില്ലേ? പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കോളേജിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നടന്നാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി നീ കണ്ടിട്ടില്ലേ? അങ്ങനെ അപ്പുറത്തോട്ട് അപ്പുറത്തെ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു വഴിയുണ്ട്. നീ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആ വഴി പോവുകയേ ചെയ്യരുത്. ആ വഴി പോയി ചെന്ന് നിൽക്കുന്നത് ഒരു ഗോഡൗണിലേക്കാണ്. ആ ഗോഡൗൺ ഇച്ചിരി അപകടം പിടിച്ച സ്ഥലമാണ്. അത് മാത്രമല്ല, ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറുന്നതും പിന്നെ പുറലോകം കാണില്ലെന്നാ പറയുന്നത്. എന്തുവാടേ ഇത്? നിന്റെ ടോക്കൊക്കെ കേട്ടിട്ട് ഒരു മാഫിയ ഫീല്. വല്ല മാഫിയ അവിടെ കൂടിയിരിക്കുന്നുണ്ടോ? മാഫിയ ആണോന്നോ? നമ്മളൊക്കെ ഈ മാഫിയ ലവ്സറി കാണുമ്പോഴത്തേക്കില്ലേ, ഇങ്ങനെയൊക്കെ ശരിക്കും മാഫിയ സംഭവം. ശരിക്കും ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിയത്. കാരണം വന്നിട്ട് 2 ദിവസമായതേ ഉള്ളൂ. ദിവസത്തെ പരിചയം, ആ ദിവസം തന്നെ ഞാൻ കേട്ട വാക്ക് ജസ്റ്റിൻ ഡേവിസ് അലക്സാണ്ടർ എന്ന ഒരു മഹാവ്യക്തിയുടെ പേരായിരുന്നു. അങ്ങനെ നമ്മുടെ സീനിയറായിട്ടുള്ളൊരു ചേച്ചി എനിക്ക് ആളിനെ പറ്റി പറഞ്ഞു. ഒരു വലിയ മാഫിയാണെന്നോ, കുറെ കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നോ, പുള്ളിനെ നോക്കാൻ വരെ എല്ലാവർക്കും പേടിയാണെന്നോ ഒക്കെ. കൂടുതലും നമ്മുടെ കോളേജിന് മുന്നിലിട്ട കുറെ എണ്ണത്തിനെ കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജസ്റ്റിനെ കാണാം. അങ്ങനെ നമ്മുടെ സ്റ്റെഫി ഇന്നേക്ക് കോളേജ് വന്നിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ടോ. അങ്ങനെ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിൽ പോയ ടൈമിലാണ് വെളിയിൽ ഒരു സൗണ്ട് കേൾക്കുന്നത്. എന്താണ് ഒരു ബഹളം? എന്തിനാ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുന്നേ? എന്തിത്? എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റിൻ ഡേവിസ് അലക്സാണ്ടർ വന്ന് കാണണം, അല്ലാതെ പിള്ളേർ ഇങ്ങനെ ഓടില്ല. നീ വന്നേ, ആ ജസ്റ്റിൻ ഡേവിസ് അലക്സാണ്ടറിനെ എനിക്കൊന്ന് കാണണമല്ലോ. ജസ്റ്റിൻ സാർ, പ്ലീസ് എന്നെ വിടണം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പ്ലീസ് ജസ്റ്റിൻ സാർ, വിടണം. മോനെ, നീ എത്ര കിട്ടിയാലും പാച്ചത്തില്ല. അതാണ് നീ ഇങ്ങനെ എന്നെ ഓരോ ദിവസവും അടി കിട്ടുന്നത്. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടാ നിന്നോട് ഞാൻ? കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് കഞ്ചാവ് കൊണ്ട് കൊടുക്കണം. അപ്പോഴേ പറഞ്ഞല്ലേ, പുള്ളി നല്ല കാര്യത്തിലൊരു മാഫിയ പണികൾ നടക്കുന്നത്. എന്താ സ്വപ്നത്തിലുള്ള മാഫിയ തന്നെ. എക്സ്ക്യൂസ് മീ മാഡം, അതെ കഥയാണ്, ഇത് റിയൽ ലൈഫാണ്. റിയൽ ലൈഫിലെ കൊലപാതകത്തിന് ശിക്ഷ വളരെ കൂടുതലാണ്. എന്തായാലും നല്ല കാര്യമാണെന്നൊക്കെ നമുക്കും കണ്ടുവയ്ക്കുന്നവർക്കും അറിയാട്ടോ. അല്ല പിന്നെ സ്വപ്നത്തിലെ മാഫിയെ കൂടുതൽ പണിയാൻ നിൽക്കണ്ട. ഇനിയും നീ ഇവിടെ പിള്ളേരുടെ ഏരിയയിൽ വന്ന് നിന്നെ കണ്ട ഈ 2-3 വട്ടം നിന്ന വാണിങ് പിന്നെ കാണുമെന്ന് വരില്ല. നിനക്കറിയാലോ എന്റെ സ്വഭാവം. എണീറ്റ് പോടാ പട്ടി. എടി ജസിന്റെ പോകുന്നു, ഞാനൊന്ന് പോയി പരിചയപ്പെട്ടു വരാം. നീ ഒന്ന് വിളിക്കേ. എടി നിനക്ക് വേറെ പണിയില്ല? എടി സ്റ്റെഫി, എടി ഓടല്ലേ? ഹേ വില്ലൻ,
ഒന്നവിടെ നിന്നെ, ഒന്ന് നിക്കടോ. ഇത് എന്താ എന്തിനാ വിളിച്ചേ? അയ്യോ ജസ്റ്റിൻ ചേട്ടാ, വന്നു കയറിയപ്പോഴേ ജസ്റ്റിൻ ചേട്ടന്റെ പേര് കേട്ടോണ്ട് ഞാൻ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. താൻ വലിയ മാഫിയാണെന്നൊക്കെ കേട്ടു. സത്യമാണോ? മാഫിയാണോ? അല്ല, എന്തിനാ ഇങ്ങനെ കൊലപാതകം ചെയ്ത് നടക്കുന്നേ? എല്ലാവരുടെയും കഥയിലെ വില്ലനാവാൻ ശ്രമിക്കല്ലേ? ഹേ വില്ലൻ, ഐ ലവ് യു. യു ബ്ലഡി ഓടി മായി. എടി എന്താടി പുല്ലിനി അവിടെ നിന്ന് വിളിച്ചു പോവേ? ഐ ലവ് യു എന്നോ? നിനക്കെന്നേരം ഇഷ്ടപ്പെട്ടാ? എടി എനിക്ക് പുള്ളിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ പ്രപ്പോസ് ചെയ്തു. വളയില്ലെന്ന് എനിക്കും അറിയാം. അങ്ങനെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ സ്റ്റെഫി നമ്മുടെ ജസ്റ്റിൻ്റെ പുറകെയായിരുന്നു കേട്ടോ. ജസ്റ്റിൻ എവിടെ പോയാലും വില്ല 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 എന്ന് വിളിച്ചിട്ട് നമ്മുടെ ജസ്റ്റിൻ്റെ പുറകെ നടക്കും. അവനതൊരു ശല്യമായിട്ട് തോന്നി. പിന്നെ അതൊരു ശീലമായി. അത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മുടെ ഒരു ദിവസം, ഹേ വില്ലൻ, എന്താ പറ്റിയേ? ഇന്നെന്താ കൊലപാതകം ഒന്നും ചെയ്യുന്നില്ലേ? ഞാൻ ഒരാഴ്ചയോടെ ശ്രദ്ധിക്കുന്നു, വില്ലന് വലിയ മൂടൊന്നുമില്ല. നിർത്തടി നിന്റെ വില്ലൻ കേട്ടടി മടുത്തു. ഈ ഒരു മാസം നീ എന്നെ എന്തോരം ഇറിറ്റേറ്റ് ചെയ്തെന്ന് അറിയാം നിനക്ക്. ഇവിടെ നിർത്തിക്കോണമല്ല, എനിക്ക് പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല, പിന്നെ പെണ്ണല്ലേ പോട്ടെന്ന് വിചാരിച്ചിട്ടാ. ഇനി മേല എൻ്റെ പുറകിലെങ്ങാനും നടന്ന ഒരു കാര്യം പറഞ്ഞേക്കാം, പെണ്ണാന്ന് ഞാൻ നോക്കില്ല, കേട്ടല്ലോ? എന്റെ പൊന്നു വില്ലൻ ചേട്ടാ, എന്തിനാ ഇങ്ങനെ മൂപ്പെടുത്ത് നടക്കുന്നത്? എനിക്ക് നിങ്ങളോട് ചെറിയൊരു ഇഷ്ടം തോന്നി, അത് ഞാൻ തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇഷ്ടമുണ്ടായിട്ട് മനസ്സ് നടക്കുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. നിനക്ക് ഇഷ്ടമുണ്ടെന്ന് നീ പറഞ്ഞു, പക്ഷെ അത് എന്നോടാകരുത്. ഇനി നിന്റെ മനസ്സിൽ ഞാനില്ല, ഓക്കെ? മര്യാദയ്ക്ക് പൊക്കോണം. എന്റെ പൊന്നു വില്ലൻ ചേട്ടാ, എനിക്ക് വില്ലൻ ചേട്ടനോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ, വേറെ ആരോടും തോന്നിയിട്ടില്ല. അതല്ലേ ഇങ്ങനെ ഇഷ്ടം പറഞ്ഞ് നടക്കുന്നേ. എന്റെ വില്ലൻ ചേട്ടനൊരു എസ് മുകളന്നേ. ടീ നിർത്തി. നിനക്ക് എന്നോട് അത്ര പ്രേമമാണെങ്കിൽ ഞാൻ പറയുന്നത് അതുപോലെ കേൾക്കും. എൻ്റെ കൂടെ ഒരു നൈറ്റ് നീ കഴിയണം, പറ്റും നിനക്ക്? എന്ത് പറ്റി മോളെ സ്റ്റെഫി മറിയും? പറ്റില്ല അല്ലേ? നിന്നെ കൊണ്ടൊക്കെ അതിന് മാത്രം കൊള്ളു, അല്ലാതെ വേറൊന്നിനും കൊള്ളുമെന്ന് എനിക്ക് തോന്നില്ല. നിർത്തണോ? പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരീരത്തിന് വേണ്ടി മാത്രം നടക്കുന്ന തന്നെപ്പോലെ ചെന്നായതാണല്ലോ ദൈവമേ. എനിക്കിഷ്ടം തോന്നി താൻ എല്ലാ പെണ്ണുങ്ങളെയും കൂട്ടിനോട്ട് എന്നെ കൂട്ടരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും നാൾ ഞാൻ പുറകെ നടന്നു, ഇനി തൻ്റെ കൺമുന്നിൽ പോലും ഞാൻ വരില്ല. തന്നെ ഇപ്പൊ എനിക്ക് വെറുപ്പാ. താൻ പറഞ്ഞല്ലോ പെണ്ണിന്റെ ഉപയോഗം അത് മാത്രമുള്ളൂ. തൻ്റെ കണ്ണി മാത്രമാ അങ്ങനെ. നന്നായി പ്രണയിക്കാൻ അറിയുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ആവില്ല. പക്ഷെ ഞാൻ താൻ ഇത്ര ചീപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക, അറിയോ? തന്നെ പോലെ ഒരു വൃത്തികെട്ടനെ സ്നേഹിച്ചല്ലോ നോക്കുക. ഇനി ഞാൻ തന്റെ പുറകെ പോയിട്ട് തന്നെ മുന്നിൽ പോലും വരില്ല, ഉറപ്പ്. ഇതോടെ നിർത്തി. പോടി പുല്ലേ, അല്ല പിന്നെ. സ്റ്റെഫി, നീ എന്തിനാ കരയുന്നടി? എന്താ പറ്റേ? ഇന്ന് പോയിട്ട് വന്നപ്പോ തന്നെ ഞാൻ ചിന്തിക്കുക, എന്താ ജസ്റ്റിന് എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് അയാള് അയാളോട് എനിക്ക് പറ്റണില്ലടി, ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എന്നോട് തിരിച്ചു പറഞ്ഞെന്താ അറിയോ? നിന്നെ അതിന് മാത്രമേ കൊള്ളൂ. പറ്റണില്ല, എനിക്ക് അയാളെ കാണുക പോലും വേണ്ട. എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പ്രേമം വേണ്ട, കിടന്ന് അയാളുടെ പുറകെ ചെല്ലിരുന്നു. എടി അതൊരു മൃഗവാടി, നീ കാണുന്ന മാഫിയാസ് പോലെയല്ല. അത് ലവ് സ്റ്റോറി, മാഫിയ ലവ് സ്റ്റോറി അതുപോലെയല്ലല്ലോ റിയൽ ലൈഫ്. അത് മൃഗവാ. അതെടി നീ പറഞ്ഞ സത്യ, അയാൾ ചെന്നായ. നീ പോവാൻ തീരുമാനിച്ചോ?
ഒന്നോടൊന്ന് ആലോചിച്ചോടെ. എനിക്ക് കുറച്ച് ഓക്കെ ഉണ്ടാടാ. ഓക്കെ ആയിട്ട് ഞാൻ വരാം. എനിക്കിപ്പോൾ മൈൻഡൊക്കെ ഓക്കെ അല്ല. ഞാൻ പോയിട്ട് വരാം. നശിക്കണ്ട. മെഡിക്കൽ ലീവ് ഒത്തിരി കാണില്ല, നിനക്കറിയാമല്ലോ. ആടി ശരി. ഞാനിപ്പോൾ എൻ്റെ പൊന്നോ, ഒരു ടാക്സി വിട്ടൊരു ഓട്ടോറിക്ഷ പോലും കാണുന്നില്ലല്ലോ എൻ്റെ പൊന്നെ. ഒന്ന് വാ, ഏതേലും വണ്ടി വന്നാൽ മതി. ഒരു വണ്ടിയിലും ഞാൻ എവിടെയാ എവിടെ സ്ഥലം? ഹായ് ബേബി ഗേൾ, എന്ത് പറ്റി? ഇത് എവിടെയാണെന്ന് ചിന്തിക്കുകയാണോ നീ? ആരാടോ? എന്തിനാ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നേ? എന്നെ അയച്ചുവിട്. എനിക്ക് പോണം. എനിക്ക് നാട്ടിൽ പോണം. എന്നെ അയച്ചുവിട് പ്ലീസ്. ഞാൻ തന്നോട് എന്ത് തെറ്റ് ചെയ്തേ? എന്നെ അയച്ചുവിട്. നീ ഒരു തെറ്റും ചെയ്തില്ല. പക്ഷെ നീ പ്രണയിക്കുന്ന ആ വ്യക്തി ജസ്റ്റിൻ ഡേവിസ്, ഹീസ് മൈ എനിമി. അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും. പക്ഷെ എനിക്കിപ്പോൾ കിട്ടിയ ആകെയുള്ള തുമ്പ നീ മാത്രമാണ്. അവൻ വരും നിനക്ക് വേണ്ടി ഇവിടെ. ഒപ്പം ഞാൻ അവനെ കൊല്ലുകയും ചെയ്യും. ഒരിക്കലും ഇല്ല. അയാൾ എന്നെ സ്നേഹിക്കുന്നില്ല. അയാള് വരുമെന്ന് പ്രതീക്ഷയാണ് താൻ എന്നെ ഇവിടെ കെട്ടിയിരിക്കുന്നതെങ്കിൽ വെറുതെയാ, ഒരു പാഴ് സ്വപ്നം മാത്രം. അയാൾ എനിക്ക് വേണ്ടി വരില്ല. അയാൾ എന്നെ സ്നേഹിക്കുന്നില്ല. ഒന്ന് മനസ്സിലാക്കി. ഞാൻ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന് ഞാനിപ്പോ ഒത്തിരി ഇത് ചെയ്യുന്നുണ്ട്. പ്ലീസ് എന്നെ നഴിച്ചിട്. എനിക്ക് അയാളെ ഇഷ്ടമല്ല, സത്യമായിട്ടും. അത് നിന്നെ തോന്നല മോളെ. അവൻ നിന്നെ പ്രണയിക്കാത്തതിൻ്റെ ഏക കാരണം ഞാൻ തന്നെയാണ്. ചിലപ്പോൾ പ്രണയിച്ച അവനിൽ നിന്ന് നീ അകന്നു പോകുന്ന അവന് ഉറപ്പായി അറിയാം. അതിന് തടസ്സമുണ്ടാക്കുന്നത് ഞാനാണെന്ന് അവന് ഉറപ്പായിട്ട് അറിയാം. അറിയോ മാഡ്, ഒരിക്കലും അയാൾ വരില്ല. പ്ലീസ് എന്നെ അയച്ചിടെങ്കിൽ നാട്ടിൽ പോണം. എനിക്ക് അച്ഛനമ്മയും കാണണം പ്ലീസ്. നീ പറഞ്ഞ സത്യം തന്നെ. അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല അവൻ നിന്നോട് പറഞ്ഞത്. ബട്ട് ഹി സീക്രട്ലി ഹി ലവ്സ് യു. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതറിയാതെ എനിക്ക് വെറുതെ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുമോ? നീ വന്ന ആ സെക്കൻഡ് തന്നെ ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 5 minutes അല്ലെങ്കിൽ 10 minutes, വേണ്ട 2 minutesലുള്ള അവൻ ഇവിടെ എത്തും. നമുക്ക് നോക്കാം. സ്റ്റീഫൻ പുല്ല് അവളെന്തിയെ? Where is she? You were faster, man. അവളെ ഞാൻ കൊന്നു. എന്റെ അന്ന എഴുന്നേക്ക്. അന്ന ഡി എഴുന്നേക്ക്. Don't touch me. തന്റെ തൊട്ട് വരും. മാറിക്കും. പിന്നെ ഞാനല്ലാതെ വേറെ ഏതാനും തന്നെ തൊട്ടാൽ വേറെ ഏതാൻ തൊട്ടാലും താൻ തൊടണ്ടെന്ന് തന്നെ പറഞ്ഞു. മാറിക്കും. നിക്ക ഡി പുല്ല നിക്കടേ. ഞാൻ എങ്ങോട്ടേലും പൊക്കോളാം. തന്റെ കൺമുന്നിൽ വരില്ല നീ. പ്ലീസ് എന്നെ വിട്ടേരാം. അപ്പം എനിക്ക് വായി വന്ന് ഞാൻ പറഞ്ഞുപോയി. പ്ലീസ് ഇനി എന്നെ അതിന്റെ പേര് പറയാൻ നടക്കരുത്. നീ എന്നാ പോടി. നീ എന്നാ പോ. ഞാൻ നിന്നെ തടയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഒറ്റൊരു റീസൺ, ഐ ആം എ മാഫിയ. അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ എൻ്റെ പുറകെ നടന്ന ടൈമിൽ ഞാൻ വേണ്ടെന്ന് വെച്ചത്. എനിക്കറിയാം ഞാൻ പ്രണയിച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്കവിടെ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ വേണ്ടെന്ന് വെച്ചത്. പക്ഷേ എനിക്ക് പറ്റില്ല. ഐ ലവ് യു അന്ന. അന്നാണ് എനിക്കിഷ്ടമുള്ളവർ എന്നെ വിളിക്കണം. താൻ എന്നെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. മാറിക്കുന്നുണ്ട്. എനിക്ക് അതിനെ ഇഷ്ടമല്ല. അന്ന, എപ്പോഴും ഞാനിവിടെ കാണും നിന്റെ വില്ലനായിട്ട്. ഓ, എന്റെ വില്ലനാണോ ഞാൻ ജനിച്ചേ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കോലമോടൻ.
ഞാൻ ഇതിൽ അറിയിക്കുന്നുണ്ട്. അവളെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു. പോവാം. ഹേ വീല, എന്നെ കൂടെ കൊണ്ടുപോടോ, ഞാൻ വെറുതെ പറഞ്ഞത്. കുറച്ചു മുമ്പ് മോളൊരു വീരാതാ മുഴക്കിയായിരുന്നല്ലോ. ഞാനല്ലാതെ വേറെ ഏതോവൻ നിന്റെ ദേഹത്ത് തൊട്ടാലും കുഴപ്പമില്ലെന്ന്. അത് പിന്നെ അതപ്പോഴത്തെ ഒരു മൂപ്പിൽ പറഞ്ഞതാ. അതിനെന്താ, മാറിക്കങ്ങോട്ട്. നിക്കടിയാണ്. നീ എന്താ രക്ഷപ്പെടാണോ? നടക്കൂല്ല മോളെ. ഈ മാഫിയുടെ ശരിക്കുള്ള ഓളെ ഞാൻ കാണിച്ചുതരാം.